Meeting called to order. For prayer, I would like to call Kumari Agra Manoj Kumar. All of you kindly stand up for the prayer. ദൈവമേ ഞാൻ നിൻ സവിധേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപയെന്നിൽ തൂകണമേ. ദൈവമേ ഞാൻ നിൻ സവിധേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപയെന്നിൽ തൂകണമേ. സർവജ്ഞാനത്തിനുറവിടമാം ദേവാ നീ നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറച്ചിടണമേ. ഞാൻ ചെയ്യും കർമ്മങ്ങൾ നിൻ കൃപയാലാകണമേ. എന്റെ വീഥികളിൽ നീ ദീപമായിടണേ, ദീപമായിടണേ, ദീപമായിടണേ. I request you all to please stand up because now is the flag salutation and there will be a silent prayer too. So I kindly invite Lion TV Radhakrishnan for the flag salutation. Good evening, all of you. Jai Hind. Flag salutation. Lions, attention. We salute our national flag and pledge our allegiance to the same. Its honor and its glory depend upon the zeal and assiduity with which each one of us shoulders one's responsibilities as a good citizen. Its history, written in letters of gold, inspires us to put in good work for the fair name of our country. We declare our unflinching loyalty to our national flag and maintain that its course shall be our course and that each individual amongst us shall make genuine efforts to add to its pleasure and glory and make it fly proudly aloft in the Committee of Nations. Jai Hind, Jai Lions. Thank you. നമ്മുടെ മയ്യിൽ ലയൺസ് ക്ലബിന്റെ മൂന്നാമത്തെ ഇൻസ്റ്റലേഷനാണ് ഇവിടെ നടക്കുന്നത്. ഈ പരിപാടിക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ലയൺസ് സംഘങ്ങളും അതുപോലെ തന്നെ മുതായിട്ട് ലയൺസിലേക്ക് വന്നിട്ടുള്ള മെമ്പർമാർ, ഇവിടെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഇൻസ്റ്റലേഷൻ അതുപോലെ തന്നെ ഇതിന്റെ ചീഫ് ഗസ്റ്റുമായി ഇവിടെ എത്തിയിട്ടുള്ളത് ലയൺ സൂരജ് PS MJF സെക്കൻഡ് BDG. അദ്ദേഹത്തെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ലയൺസ് ക്ലബിൽ തിരുവണ്ണേറ്റിയിൽ നിറ സാന്നിധ്യമായി എല്ലാ ലയൺസ് ക്ലബുകളെയും ഒത്തൊരുമിച്ചുകൊണ്ടുപോകുന്നതിൽ നിർണായകമായ സ്വാധീനത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ശ്രീ സൂരജ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ മയിൽ ലയൺസ് ക്ലബിന്റെ അധ്യക്ഷ പ്രസിഡന്റായിട്ടുള്ള ശ്രീ
കെ രാജ്മോഹൻ സാർ അവர்களാണ്. അദ്ദേഹത്തെ കഴിഞ്ഞ ഒരു വർഷമായി മയിൽ ലയൺസ് ക്ലബിനെ നമ്മുടെ പോയിന്റ് പട്ടികയിലും അല്ലാത്തതിലും പ്രവർത്തനം ഏകോപിച്ച് വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ച വ്യക്തിയാണ് രാജ്മോഹൻ സാർ. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത നമ്മുടെ ഈ പരിപാടിയിലേക്ക് നമ്മുടെ വിനോദ് സാറ് MJF ഡിസ്ട്രിക്ട് സെക്രട്ടറി, അദ്ദേഹം അല്പം സമയത്തിനുള്ള ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് മയിൽ ലയൺസ് ക്ലബിൽ നമ്മളൊക്കെ ഇതൊക്കെ ഇങ്ങനെ കൂടിയിരിക്കാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുള്ള ലയൺസ് ക്ലബിന് രൂപം കൊടുത്ത് അതിന്റെ ചാർട്ടർ പ്രസിഡന്റ് ആയിട്ടുള്ള നാരായണൻ ഈ ലയൺസ് ക്ലബ് മാത്രമല്ല കണ്ണൂർ ജില്ലയിലുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് മയിൽ പ്രദേശത്തുള്ള പല സ്ഥാപനത്തിന്റെയും ഭാരവാഹികളും എല്ലാം ഒരുപോലെ ഒന്നിച്ച് നടത്തി നമ്മുടെ മയിൽ ലയൺസ് ക്ലബിനെ ഒരുപാട് പേർ മുന്നോട്ട് നയിക്കുകയും പുറത്തിറക്കി ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ട് നാരായണത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയും. അടുത്തതായി നമ്മുടെ റീജിയണൽ ചെയർപേഴ്സൺ ആയിട്ടുള്ള ശ്രീ രവി സാറാണ്. അദ്ദേഹം അദ്ദേഹമായിട്ട് കണ്ണൂരിൽ കഴിഞ്ഞ 2 മാസം മുന്നേ ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കണ്ണൂരിൽ ആ സമയത്താണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അപ്പോ അതിൽ അദ്ദേഹം ആ വഹിച്ചിട്ടുള്ള റോളുകൾ ഈ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ വന്നിട്ടുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള എല്ലാ ടീമുകൾക്കും ഫുഡിന്റെ ഒരു ചാർജായിരുന്നു അദ്ദേഹം. അത് ഏറ്റവും നല്ല രീതിയിൽ എല്ലാ ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാരും എടുത്തു പറഞ്ഞപ്പെട്ട ഒരു പേരാണ് രവിവേട്ടൻ. അങ്ങനെ രവിവേട്ടൻ പരിചയപ്പെട്ടത്. അപ്പൊ രവിവേട്ടൻ അതുപോലെ തന്നെയാണ് ലയൺസത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇത് മനസ്സിലാക്കിയിട്ടാണ് രവിവേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത നമ്മള് ലയൺ സെക്സി നവീൻ മനോഹരൻ സാറാണ്. അദ്ദേഹം ഇവിടെ എത്തിയില്ല, അല്പസമയത്തിനകം എത്തും. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തായി നമ്മുടെ ലയൺസ് ക്ലബിന്റെ ഇപ്പോൾ നിലവിലുള്ള സെക്രട്ടറിയും ഇനി പ്രസിഡന്റ് ആയിട്ടുള്ള ആളായിട്ടുള്ള ശ്രീ രാധാകൃഷ്ണൻ സാർ. അദ്ദേഹം ബാങ്ക് ജീവിതമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതേ ആ ഒരു ജോലി പോലെ തന്നെ ലയൺസ് ക്ലബിലും വന്ന് അതുപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓഫീസ് വർക്കോട് കൂടിയിട്ടുള്ള വർക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ലയൺസ് ക്ലബിനെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്ന ഒരു നിർണായക പങ്ക് വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം നമ്മുടെ ഇവിടുത്തെ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് നമ്മുടെ ലയൺ CK പ്രേമരാജനാണ്. അദ്ദേഹം നമ്മുടെ ട്രഷററാണ്. സാമ്പത്തിക പരമായിട്ടുള്ള കാര്യങ്ങൾ അത്രയും ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത് നമ്മുടെ ക്ലബിൽ യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക ബാധ്യതയോ കാര്യങ്ങളോ ഇല്ലാത്ത രീതിയിൽ ക്ലബിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ഈ പ്രേമരാജ സാറിന് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള പ്രത്യേകിച്ച് നമ്മൾ എടുത്തുകൊണ്ട മാധ്യമ പ്രവർത്തകർ, അവർക്കൊക്കെ മാധ്യമപ്രവർത്തകരൊക്കെ മത്സരിച്ചുകൊണ്ട് തന്നെ ഈ പരിപാടി അങ്ങേയറ്റം ഇതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ എപ്പോഴും നമ്മുടെ ലയൺസ് ക്ലബിൽ ചെയ്തു തരുന്ന സഹായങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മറ്റ് ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ നമ്മുടെ ലയൺസ് കുടുംബാംഗങ്ങൾക്കും മറ്റുള്ളവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇതിന്റെ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ ബഹുമാനായിട്ടുള്ള പ്രസിഡന്റ് ശ്രീ കെ രാഘവൻ അവരെ ക്ഷണിച്ചു. Thank you, sir. Now I invite Lion A.K. Rajmohan, MGF President, for the presidential address. എല്ലാവർക്കും ഒരു നല്ല ശുഭ സായാഹ്നം ആശംസിക്കുകയാണ്. നമ്മുടെ ഈ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റെസ്പെക്ടഡ് സെക്രട്ടറി, ട്രഷറർ, and most respected second BDG, Lion T. Suraj MJF, respected district coordinator, Lion P.K. Narayan MJF, respected Lion Devi Kunal, regional chairperson. ഇവർക്കും സ്നേഹാശംസകൾ നേരുകയാണ്.
നായാട്ടുപാറ ക്ലബ്ബ് മദർ ക്ലബ്ബായി 1/11/2022 ചാർട്ടർ ചെയ്തതാണ് മയ്യിൽ ലയൺസ് ക്ലബ്ബ്. അന്നതിന് നേതൃത്വം നൽകിയത് നമ്മുടെ ലയൺ PK നാരായണനായിരുന്നു. അന്ന് 20 മെമ്പേഴ്സായി തുടങ്ങിയ ലയൺസ് ക്ലബ്ബ് ഓഫ് മയ്യിൽ ഇന്ന് 41 പേരോട് കൂടിയാണ് ആസ് ഓൺ ഡേറ്റ് ഈ ക്ലബിന്റെ പ്രവർത്തനം. സത്യമായി പറഞ്ഞാല് 2 കൊല്ലവും 8 മാസവും പ്രായമായ ഒരു കുട്ടിയാണ് മൈ ലയൺസ് ക്ലബ്. അതിന്റെ പ്രവർത്തന മികവ്, അതായത് കഴിഞ്ഞ PST തന്ന പ്രവർത്തന മികവ് കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ 2024 ജൂലൈയിൽ ഇൻസ്റ്റാൾ ചെയ്ത PSTക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തന ഫലമായി ലയൺസ് ക്ലബ്ബ് നമ്മുടെ D കാറ്റഗറിയിൽ 17ാം സ്ഥാനത്തായിരുന്നു മൈ ലയൺസ് ക്ലബ്ബ്. ഇപ്പോൾ അതിന്റെ പൊസിഷൻ 2ാം സ്ഥാനത്താണ് D കാറ്റഗറി. അതുപോലെ ഡിസ്ട്രിക്ട് ലെവലിലെ സർവീസ് ആക്ടിവിറ്റി റിപ്പോർട്ട് പ്രകാരം 78ാം സ്ഥാനത്തുണ്ടായിരുന്ന ലയൺസ് ക്ലബ്ബ് ഓഫ് മൈ ഇപ്പോൾ 17ാം സ്ഥാനത്താണ്. അത് രണ്ടും നമ്മുടെ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ നേട്ടങ്ങളാണ്. അതിന് ഈ ഗോള് PST സെറ്റ് ചെയ്ത് അത് നടപ്പിലാക്കുവാൻ വേണ്ടി എല്ലാ അംഗങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണയും PSTക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രവർത്തനം പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നത് തന്നെയാണ്. ലയൺസ് ക്ലബ് ഇന്റർനാഷണലിന്റെ മുദ്രാവാക്യമായ "വി സർവ്" എന്ന ഉയർത്തെ മുറുക്കി പിടിച്ചുകൊണ്ട് അവശതി അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് സർവീസായിട്ടും സെൽഫ് സർവീസും ക്ലബിന്റെ കമ്മ്യൂണിറ്റി എന്താണ് ആവശ്യപ്പെടുന്നത്, സമൂഹം എന്താണ് ആവശ്യപ്പെടുന്നത് കണ്ട് ആ പ്രവർത്തനങ്ങളിലും മുഴുകുവാൻ PSTക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന PST, ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന PSTക്ക് അത് കൂടുതൽ ഊർജം പകരുകയുള്ളൂ. D കാറ്റഗറിയിൽ 1ാം സ്ഥാനത്തേക്കും ക്ലബ് 3180 സ്റ്റാറ്റസിൽ ഇനിയും ഒരു 5ാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. പുതുതായി വരുന്ന ക്ലബിന് PSTക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ അധ്യക്ഷ സ്ഥാനം ഞാൻ സ്വീകരിക്കുന്നു. P. Radhakrishnan, MJF, Secretary for the report reading. ബഹുമാനപ്പെട്ട DG സുരേഷ്, നമ്മുടെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ശ്രീ PK നാരായണൻ സർ, റീജിയൻ ചെയർപേഴ്സൺ ശ്രീ ഡേവിസ്, സെക്സി എത്തിയിട്ടുണ്ട്, പ്രസിഡന്റ് ശ്രീ രാജമോഹൻ സർ, ലയൺസ് 24-25 വർഷത്തെ ബ്രീഫ് റിപ്പോർട്ടാണ് 2024-25 വർഷത്തെ പ്രവർത്തനം. ജൂലൈ മാസം 1-ാം തീയതി ടേക്ക് ഓവർ പദ്ധതിയും ഹങ്കർ പ്രൊജക്ട്, ഡോക്ടറെ ആദരിക്കൽ, എൻവയോൺമെന്റ് പ്രൊജക്ട്, രക്തദാനം, CA ആദരിക്കൽ എന്നിവ സജീവമാക്കുന്നത് ശ്രദ്ധേയമായി. 24-25 വർഷത്തേക്കുള്ള PST സ്കോറിംഗ് എല്ലാ PSTമാരും ജൂലൈ മാസം നടന്ന ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് രജിസ്ട്രേഷൻ മീറ്റിംഗിൽ 36 മെമ്പർമാരിൽ നിന്നും 23 പേർ പങ്കെടുക്കേണ്ടി. ക്ലബിന്റെ ഈ വർഷത്തെ രജിസ്ട്രേഷൻ പ്രോഗ്രാം ജൂലൈ 20-ാം തീയതി സെക്കൻഡ് DG ഡയറക്ടർ MJF ഉദ്ഘാടനം ചെയ്തു. SLC, RC, സമീപത്തെ മെമ്പർമാർ, ജില്ലാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. സർവീസ് പ്രൊജക്ടിന്റെ ഭാഗമായി 16 കുട്ടിക്ക് വിദ്യാഭ്യാസ സഹായം ജൂലൈ 26 കാർഗിൽ വിജയ ദിവസം ആഗസ്റ്റ് 31 കവടിയൊട്ടിയായ വായനശാല പരിസരത്ത് വൃക്ഷത്തൈകൾക്കൊണ്ട് ഡിസ്ട്രിക്ട് ആഹ്വാനപ്രകാരം വയനാട് പുനരധിവാസ സഹായങ്ങളും ജീവനാരം 15 ചേർന്ന സോണൽ ബേസിക് മീറ്റിംഗിൽ PST പുറമെ ഫസ്റ്റ് PST പങ്കെടുത്തു. ആഗസ്റ്റ് 5 സ്വാതന്ത്ര്യദിനത്തിൽ
വാർ മെമ്മോറിയൽ ബിൽഡിംഗിൽ പുഷ്പാഞ്ജലി സമർപ്പണം. സെപ്റ്റംബർ 5 അധ്യാപക അവാർഡ് ജേതാവും സാമൂഹ്യ രംഗത്ത് നിറഞ്ഞ വ്യക്തിത്വമായ ശ്രീ എം വി കുഞ്ഞാറമ്മ മാസ്റ്ററെ അദ്ദേഹത്തെ അവസാനിപ്പിച്ച് ആദരിച്ചു. സെപ്റ്റംബർ 9 ഗവൺമെന്റ് ഓഫീസ് പുതിയ ഓഫീസ് PDG ആൻഡ് ഡോക്ടർ പ്രൊഫസർ PMJ ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 15 നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ എഞ്ചിനീയറുമായ ശ്രീ PV ഗോവിന്ദൻ അദ്ദേഹത്തെ അവസാനിപ്പിച്ച് ആദരിച്ചു. 18 പൂക്കളം സംഗീത സായാഹ്ന കലാപരമായ ഫസ്റ്റ് PDG ആൻഡ് PMJ സാന്നിധ്യം കൊണ്ട് ചടങ്ങ് നിർവഹിക്കുന്നു. BS എന്നിവരുടെ ഓറിയന്റേഷൻ സെപ്റ്റംബർ 29 ഡോക്ടർ ഹൃദയാരോഗ്യ ബോധവൽക്കരണ റാലി സെപ്റ്റംബർ 29 കണ്ണൂരിൽ നടന്ന ന്യൂ വോയിസ് സിംപോസിയത്തിൽ എല്ലാ ലേഡിയും സംഭവിച്ചു. സെപ്റ്റംബർ 30 വേളമാനശാലത്തിൽ പരമശുദ്ധീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ഫെബ്രുവരി മാസം സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS എക്സൈസ് വിമുക്തി മിഷൻ സഹകരിച്ച് ലഹരി വിരുദ്ധ ക്ലാസ് നിർവഹിച്ചു. തുടർന്നുള്ള അച്ഛൻ ഏകാമതാകുന്ന ശ്രദ്ധയാണ് മയ്യത്തോളം നടത്തിയ ലഹരി വിരുദ്ധരാജിയും ജാഗ്രത ജ്യോതി തെളിയിച്ചതിന് എന്നെ സംബന്ധിച്ചു. ഒക്ടോബർ 20 നടന്ന വിഷമങ്ങളായി ഒക്ടോബർ 27 AKG ശിക്കാരിയുമായി സഹകരിച്ച് നടത്തിയ പ്രവേശന വിജയമായിരുന്നു. പഞ്ചായത്ത് മെമ്പർ ശ്രീ EM ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ട്രെയിനിംഗ് പ്രസിഡന്റ് A. K. രാജ്മോഹൻ നാരായണൻ പങ്കെടുക്കുകയുണ്ടായി. മേഡം വായനശാല സൈബർ സെക്യൂരിറ്റി ക്ലാസ് അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. നവംബർ 14 സംഘടിപ്പിച്ചു. നവംബർ 14 ബോധവൽക്കരണ 17-24 കോർപ്പറേറ്റ് GPS വാട്ടർ ട്രീറ്റ് മിഷൻ ചെയ്തു. 17-24 PGS പ്രവർത്തനത്തിലേക്ക് പ്രവർത്തനത്തെ സാധിച്ചു സംസാരിച്ചു. പരിപാടികൾ സംഘടിപ്പിക്കുന്നത് റിപ്പോർട്ടിങ്ങിനും മറ്റു ക്ലബുകൾക്ക് മാതൃകയാണ് സംഘടിപ്പിച്ചു. സെപ്റ്റംബർ 23 എൻവയോൺമെന്റ് പ്രൊജക്ടിന്റെ ഭാഗമായി ഹോം ഫോർ കോൺഗ്രസ് സ്കീമിൽ ഭവനം നിർവഹിച്ച പരോക്ഷത്തെ നൽകുകൊണ്ട് എൻവയോൺമെന്റ് പ്രൊജക്ട് സംഘടിപ്പിക്കുകയുണ്ടായി. ഇന്നേ ദിവസം തന്നെ തലശ്ശേരി സത്യസംഗമ വേദിയിൽ വെച്ച് മെമ്പർഷിപ്പ് വർദ്ധിപ്പിച്ചത് ഹോം ഫോർ കോൺഗ്രസ് നന്നായി പൂർത്തിയാക്കിയതിനുള്ള അവാർഡുകൾ സ്വീകരിച്ചു. 24 തലശ്ശേരി സത്യസംഗമത്തിൽ ലയൺസ് സുഭാഷ് അംഗവീയ പദ്ധതി 5 കുടുംബങ്ങൾക്ക് വ്യവസ്ഥയ്ക്ക് നൽകി. 31 ITM കോളേജിൽ സൈബർ ക്രൈം ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കോളേജ് ഗുണത്തിൽ പരോക്ഷത്തെ 7-1 സർവീസ് നിശ്ചയിച്ച 7 പദ്ധതികൾ വിജയകരമായി നടപ്പാക്കി. 26 ബുദ്ധസ്മാരകം പുഷ്പാർച്ചന നടത്തി. 6-2 ചൈൽഡ് ക്യാൻസർ പേഷ്യന്റ് ആശ്രയക്ക് സാമ്പത്തിക സഹായം നൽകി. 23 ഫൈനാൻഷ്യൽ സംഘടിപ്പിച്ചു. 28 കവിയുടെ വായനശാല പരിസരത്ത് പരോക്ഷത്തെ നടത്തി. 5-25 കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇൻസ്റ്റാ ഡയഗ്നോസ്റ്റിക്സ് കേരള ഗൈനക്കോളജി സൊസൈറ്റി എന്നിവരുമായി സഹകരിച്ച് സൗജന്യ ക്യാൻസർ നിർണ്ണയ ക്ലാസ് നടത്തി. 8 വനിതാദിനത്തിന്റെ ഭാഗമായി വനിതാക്കളുമായി പഞ്ചായത്ത് പൊതു സജീവ തൊഴിലാളികളെ സമുചിതമായി ആദരിച്ചു. സമൂഹത്തിന്റെ ആരോഗ്യത്തിന് മെച്ചപ്പെടുത്തുന്നതിന് യോഗ പ്രാക്ടീസ് ഓഫീസിൽ സൗജന്യമായി നടത്തുന്നു. ലയൺസ് സോൺ കോൺഫറൻസ് എന്നിവ 23-24 വർഷത്തെ എക്സലൻസ് അവാർഡ് ബെസ്റ്റ് പ്രസിഡൻസ് ഇന്റർനാഷണൽ എന്നിവ കോഴിക്കോട് ജനങ്ങൾ നാരായണൻ നേടി. 28-25 എൻവയോൺമെന്റ് ഭാഗമായി പെട്രോൾ പമ്പ് വേണം പരിസരത്ത് ആഘോഷം നൽകി. 31 പഞ്ചായത്ത് കുട്ടികൾക്ക് പഠന സഹായം നൽകി. 6-4 ഡിസ്ട്രിക്ട് സ്പോർട്സ് മീറ്റിൽ സജീവമായി പങ്കെടുത്തു. സുഭാഷ് ദേവി സുഭാഷ് ദേവി പങ്കരിച്ചു. 13 ഭാഗമായി സാമ്പത്തിക സഹായമാണ്. 21 അടുത്ത വർഷത്തെ PhD ഏകാഗ്രമായി തെരഞ്ഞെടുത്ത രാധാകൃഷ്ണൻ സെക്രട്ടറി KV സുഭാഷ് ഏകാഗ്രമായി തെരഞ്ഞെടുത്തു. 13 ഏറ്റവും കൂടുതൽ സർവീസ് ചെയ്ത് വാർത്തകൾ മീഡിയയിൽ റിപ്പോർട്ട് ചെയ്ത ഏറ്റവും മികച്ച പുരസ്കാരം PhDക്ക് വേണ്ടി ക്യാബിനറ്റ് മീറ്റിംഗ് വേണ്ടി രാജ്മോഹൻ സെൻസിറ്റി 23 എൻവയോൺമെന്റ് ഭാഗമായി വായനശാല പരിസരത്ത് 26 കോൺഫറൻസ് ബെസ്റ്റ് സെക്രട്ടറി അംഗീകാരം ഏറ്റുവാങ്ങി. 27-24 കൺവെൻഷൻ സെൻസി കൂടാതെ
ക്ലബിൽ നിന്ന് പത്തം നൽകിയാണ്. അതിനെ മെമ്പർമാരുടെ ഭാര്യ കൂടി അമ്മമാർ അവരുടെ വീട് വെച്ച് ആദരവ് മാർഗം ആചരിച്ചു. അതിനെ വയനാട് ഹോസ്പിറ്റലിലേക്ക് 11 മെമ്പർമാരുടെ സംഭാവന കൈമാറി. ശ്രീമതി കാർത്തികമായി മകൾക്കും മന്ത്രിപ്രകാരം കുട്ടിക്കും സാമ്പത്തിക സഹായം നൽകി. 30 പഞ്ചായത്ത് പ്രശ്ന കുട്ടികൾക്ക് സ്റ്റഡി മെറ്റീരിയൽ സംഭവിച്ചു. ബന്ധപ്പെട്ട അമേരിക്കൻ കുട്ടികളുടെ ചികിത്സാ സഹായം നൽകി. 1 തലശ്ശേരി വെച്ച് നടന്ന DFA പ്രോഗ്രാമിൽ നിന്ന് 4 പങ്കെടുത്തു. 7 കണ്ണൂർ വെച്ച് നടന്ന MJF സെക്രട്ടറി പങ്കെടുത്തു. ഈ വർഷം പുതുതായി 2 MJF Lion Advocate Manoj Kumar for the introduction of our chief guest. നമസ്കാരം. സൂചിപ്പിച്ചു കഴിഞ്ഞു നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥിയെ പരിചയപ്പെടുത്തുക എന്നതാണ് എൻ്റെ കർത്തവ്യം. നേരിട്ട് അതിലേക്ക് നോക്കുക. It's my pleasure to introduce. I am B.S. Suraj, MDF, second vice district government act. A FDA graduate, number of files of Kozhikode Elite, graduated from Calicut University in BCom and had his MBA from Bharathiar University. By profession, he is a pharmaceutical distributor. During his latest career, he completed various courses conducted by Lions International such as RLI from Cochin, ALI graduation from Colombo, Sri Lanka in 2018, FDA graduation from Cochin in 2022. He became club president in 2015-16, zone chairperson in 2016-17, district cabinet secretary in 2018-19, additional cabinet secretary for Cabinet in 2019-20, district GLT2 coordinator in 2020-21, additional cabinet secretary for COVID rehabilitation in 21-22. District Chief Coordinator for Club Excellence and Quality Meetings in 2022-23. Last year, he was District Secretary reporting international and district. This year, he is District Secretary for Club Coordination and District Coordinator for Game Lions Program. He bagged many awards in district, multiple and international. He received one distinction medal from International President this year. Received International President's Gold Medal in 2018-19. International President's Excellence Medal. Received International President's Certificate of Appreciation 6 times. District Lion of the Year on 2018-19. Multiple Lion of the Year in 2018-19. Best Cabinet Secretary of the Multiple. District Governor's Gold Medal in 2018-19. There are few. He received innumerable awards from our district during his life's journey. He conducted ICME level leadership program, which was well appreciated by many international leaders. He was selected as our second PDG for 2025-26 in last convention with thumping majority. About his family, wife Diane Nehru and blessed with 2 children, Gautami Suraj studying for BCom final year and Ujjwal Suraj for BCom first year in Navagiri College Calicut. With these words, we are proudly present before you today's chief guest, B.S. Suraj, MDF, to this gathering. 30 seconds. Thank you, sir. Now I invite our chief guest and installation officer, Lion P.S. Suraj, MJF, second BDG for the addressing, and to invite the new PSC for taking charge 2025-26. I respected presiding officer, like Raj Mohan MJF, Region Chairperson and Ravi Kundal MJF, District Chief Coordinator for White King, like Narayanan MJF, Secretary Radhakrishnan, Treasurer like Premrajan, Secretary Elect like Subhash, Treasurer Elect like Gopinathan, visiting past Cabinet Secretary like Mohan Neria, leaders of Lions Club of Mile, family members, invited guests, and my dear fellow Lions. Very good evening to all, first of all, and thank you very much for inviting me to the third installation ceremony of Lions Club of Mile. I'm very much delighted standing here, sir. Thank you very much. I thank the entire team of office bearers of Lions Club of Mile. Also, I salute our Lion TV Radhakrishnan for his
flag celebration. It was excellent. Overall, this is the first time for a വലിയ program. That means a ceremonial function. മയിലേക്ക് വരുന്നതിന് മുന്നേ ഓറിയന്റേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓണം സെലിബ്രേഷൻ പ്രോഗ്രാമിനായിരുന്നു. ഇറ്റ് വാസ് എക്സലന്റ്. വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു അത്. നമ്മുടെ സെക്രട്ടറി റിപ്പോർട്ട്സ് എല്ലാം നമ്മൾ വായിച്ചു കേട്ടു. വളരെ നല്ല രീതിയിൽ ഈ 3 വർഷം നമ്മുടെ മൂന്നാമത്തെ വർഷം ഈ ക്ലബ്ബ് പോകുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ 2018 തുടങ്ങിയ നായകപ്പാറ എക്സ്റ്റെൻഡ് ചെയ്ത ഒരു ക്ലബ്ബാണ് ഇത്. അതായത് ചാർട്ടർ പ്രസിഡന്റ് വളരെ നല്ല രീതിയിലാണ് ഈ ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോയത്. ആ സെയിം പാർട്ടിയാണ് നമ്മുടെ രാജ്മോഹൻ സാർ വിട്ടത് എന്നതാണ്. അപ്പോ നമ്മുടെ നാരായണ സാറിനെ ഒരു ബിഗ് സർവീസ് എപ്പോഴും ക്ലബിന്റെ കൂടെ ചാർട്ടർ പ്രസിഡന്റ് അങ്ങനെയായിരുന്നു. ത്രൂഔട്ട് അവിടെ എത്ര കാര്യം ക്ലബ് നിൽക്കുന്നോ അത്രയും കാലം സാരി ക്ലബിന് നിർത്തുമായിട്ട് തന്നെ ഉണ്ടാവും. ഐ ആം ഷുവർ വിൽ ബി ദർ. കാരണം അദ്ദേഹം നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ അറിയപ്പെടുന്ന ഒരു നേതാവാണ്. ആ നേതാവിന്റെ കീഴിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എല്ലാവർക്കും വലിയ അനുഗ്രഹം തന്നെയാണ്. I also take this opportunity to thank our outgoing president, secretary and treasurer, and entire board of directors. ഈ വർഷം ചെയ്ത ആക്ടിവിറ്റീസ് എക്സലന്റ്. ഡിസ്ട്രിക്റ്റിൽ തന്നെ 17 സ്ഥാനത്ത് റാങ്കിങ് സെക്കൻഡ് റാങ്ക്. ഒന്നും ചെറിയ കാര്യമല്ല. 164 ക്ലബുകളിൽ 17 സ്ഥാനത്ത് വരിക എന്ന് പറഞ്ഞാൽ ബിഗ് അച്ചീവ്മെന്റ്. ഈ കൈ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കൊടുക്കേണ്ടതാണ്. നല്ല കൈ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കൊടുത്തു. ഈ കൈ അടുത്ത വർഷം നിങ്ങളുടെ പ്രചോദനമാണ്. ഈ 17 എന്നുള്ളത് ടോപ്പ് 10ലേക്ക് വരാനുള്ള ഒരു പ്രചോദനമാണ് ഈ കൈ. അത് ട്രഷറിന്റെ കൂടെ നിങ്ങൾ ഉണ്ടാവും എന്ന പ്രതീക്ഷ. നമ്മുടെ പ്രസ്ഥാനം 107 വർഷങ്ങൾ പിന്നിട്ട് നിൽക്കുമ്പോൾ 4ാമത് ഇന്ത്യയിൽ നിന്ന് ഒരു ഇന്റർനാഷണൽ പ്രസിഡന്റാണ് നമ്മളെ ലാൻഡ്സ് ഇന്റർനാഷണൽ തലപ്പത്ത് വന്നിരിക്കുന്നത്. ലാൻഡ് APC അർപ്പിതപാൽ സിംഗ് ഫ്രം കൽക്കട്ട 4ാമത്തെ ഇന്ത്യക്കാരൻ നമ്മുടെ പ്രസ്ഥാനം ലയിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഈ വർഷം നമ്മൾ പ്രസ്ഥാനത്തിനെ ഉയരങ്ങളിലേക്ക് എത്തിക്കാന്നുള്ളത് മാത്രമല്ല, വരുന്ന 2 വർഷം 2025, 26, 27 നമ്മളെ സംബന്ധിച്ചോളം ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും മിഷൻ 1.5. ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിൽ 13,86,000 മെമ്പേഴ്സ് ഉള്ള ഈ പ്രസ്ഥാനം നമുക്ക് 2 വർഷം, അതായത് 2027 ജൂൺ 30 15 ലക്ഷം വോളണ്ടിയേഴ്സിനെ നമുക്ക് ലോകമെമ്പാടും നമുക്ക് അംഗങ്ങളാക്കി മാറ്റണം എന്നുള്ള ആ ഒരു ദൃഢപ്രതിജ്ഞയോടുകൂടിയാണ് നമ്മൾ എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോകും. ഈ 2 വർഷം നമ്മുടെ ഇന്റർനെറ്റ് സംബന്ധിച്ചോളം ഏറ്റവും വലിയ പ്രോഗ്രാമും ഏറ്റവും വലിയ അജണ്ടയും മിഷൻ 1.5 തന്നെയായിരിക്കും. അതിൽ നമ്മുടെ ക്ലബും അതിൽ ഒരു ഭാഗമായി തീരണം. കാരണം ക്ലബിലൂടെയാണ് നമുക്ക് ഇത് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മെമ്പർഷിപ്പ് സ്ട്രെങ്ത് ഇപ്പൊ 42 മെമ്പർഷിപ്പ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് നമുക്ക് വരുന്ന 2 വർഷം കൊണ്ട് എല്ലാ മെമ്പേഴ്സും ഒരു മെമ്പറെ കൊണ്ടുവന്നുകൊണ്ട് ഈ മെമ്പർഷിപ്പ് സ്ട്രെങ്ത് ഈ ഡ്രൈവിന്റെ ഭാഗമായി കൊണ്ട് മൈൽ 1ാം സ്ഥാനത്ത് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് നിങ്ങൾ എല്ലാവരും അത് ഏറ്റെടുക്കണമെന്ന് കൂടി ഈ അവസരം നിങ്ങൾക്ക് ഓർമ്മിക്കുകയാണ്. നമ്മുടെ പ്രസിഡന്റ് പറയാൻ ഞങ്ങളെല്ലാവരും ഫാമർ കൂടി കാണേണ്ട. അപ്പൊ ആ ഒരു സിസ്റ്റമാറ്റിക് രീതിയിലുള്ള ഒരു പ്രവർത്തനം ഡെഫിനറ്റായിട്ട് കാഴ്ചവെക്കുന്നുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചോളം കൂടുതൽ ഡോക്ടേഴ്സിനെ ഞങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് പോലെ തന്നെ കൂടുതൽ മെമ്പേഴ്സിനെ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നത് സാറിന് ഏറ്റെടുക്കണം. വിചാരിച്ചതൊന്നും ബാക്കോട് പോകുന്നത് എല്ലാം വരുന്നത് രാധാകൃഷ്ണനാണ്. ഓക്കെ, അതേപോലെ തന്നെ 2ാമത്തെ സർവീസ് പ്രൊജക്ട്. 2ാമത്തെ സർവീസ് പ്രൊജക്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ മൈൽ ഭാഗത്ത് ജനഹൃദയങ്ങളിലേക്ക് എത്തുന്ന രീതിയിലുള്ള സർവീസ് പ്രൊജക്ട് മാത്രമേ ചെയ്യാവൂ എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. കാരണം നമ്മൾ വാരി വലിച്ചുകൊണ്ട് മീൻസ് ഒരു 100 100 പ്രൊജക്ട് ചെയ്യുന്ന ഭാഗം ഒരു 20 പ്രൊജക്റ്റിൽ നിന്ന് ഒതുങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ മൈൽ ഭാഗത്തുള്ള ജനങ്ങളുടെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ആവശ്യമുള്ള ഇവിടെ നമ്മള് പ്ലാൻ ചെയ്ത് അത് അവരെ അനുസരിക്കണം. അതല്ലാതെ അവർ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള പ്രൊജക്ടുകൾ ഡിസൈൻ ചെയ്തുകൊണ്ട് അവർക്ക് നമ്മൾ നൽകുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്താണെന്ന് വെച്ചാൽ നല്ല നല്ല മെമ്പേഴ്സ് നമ്മുടെ പ്രസ്ഥാനത്തിന് ഇതിന്റെ ആവശ്യപ്പെടുന്നതാണ്. അവർ നല്ല നല്ല സർവീസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെയും പ്ലാറ്റ്ഫോം ഓഫ് മൈൻഡിന്റെയും ഗുഡ് വിൽ അല്ലെങ്കിൽ ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി കൂടി നിങ്ങൾ ആ രീതിയിലുള്ള സർവീസ് പ്രൊജക്ട്സ് ആയിട്ടാണ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. 1ാമത് ഫൗണ്ടേഷന്റെ കാര്യമാണ്. ഫൗണ്ടേഷൻ കാരണം നമ്മുടെ ലയൻസ്
ഫെർട്ടിലിറ്റി ലോകമെമ്പാടും ചെയ്യുന്ന വികാസ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് കൈത്താങ്ങാകുന്നത് നമ്മുടെ ഫൗണ്ടേഷനാണ്, ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷനാണ് ലയൺസ് മൂവ്മെന്റിന്റെ എല്ലാ ഏരിയയിലും ഫണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഫണ്ടിങ് കിട്ടുന്നത് ഈ ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷന് ഫണ്ട് കിട്ടുന്നത് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന $100, $200, $300, അതിന് മുമ്പ് MTF കൊടുക്കുന്ന $1,000. ഇതൊക്കെയാണ് നമ്മുടെ ഫൗണ്ടേഷന്റെ സ്ട്രെങ്ത്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ 5 കോടി 20 ലക്ഷം രൂപ നമ്മൾ മൾട്ടിപ്പിൾ അങ്ങനെ കേരളം മൊത്തം നമ്മൾ കഴിഞ്ഞ വർഷം ഫൗണ്ടേഷനിലേക്ക് കൊടുത്ത എമൗണ്ട് ആണ് നമുക്ക് ഈ വർഷം നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ തിരിച്ചു വന്നിട്ട് ആ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വയനാട്ടിൽ ഹോസ്പിറ്റൽ വാങ്ങിയിട്ട് അത് അടുത്ത മാസം നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ഇനോഗ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ AP സിംഗ് ആണ്. ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾ എല്ലാവരെയും അങ്ങോട്ട് ഞാൻ ക്ഷണിക്കും കൂടെ എല്ലാവരും വന്ന് അത് വിറ്റ്നസ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള നല്ല നല്ല പ്രൊജക്ട്സ് നമ്മുടെ നാട്ടിൽ വരണമെങ്കിൽ നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യുന്ന സഹായം ഫൗണ്ടേഷനിലേക്ക് നമ്മൾ ചെയ്തു കൊടുക്കണം. ഫൗണ്ടേഷൻ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഉദ്ദേശം. ഇപ്പൊ തന്നെ നമുക്ക് ഫൗണ്ടേഷൻ ഒരു ഡേറ്റ് സ്റ്റാർട്ട് ഈ വർഷം മുതൽ ഒരു ലെഗസി മെമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെമ്പർഷിപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലെഗസി മെമ്പർ എന്ന് വെച്ചാൽ എന്താണെന്നാൽ നിങ്ങളുടെ കാലശേഷം നമ്മുടെ ഫൗണ്ടേഷനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം നമുക്ക് എല്ലാവർക്കും LIC ബോണ്ട് ഉണ്ടാകും, അല്ലെങ്കിൽ വേറെ പല രീതിയിലുള്ള ബോണ്ട്സ് ഉണ്ടാകും, ഷെയർസ് ഉണ്ടാകും. അപ്പൊ ഇതിനൊക്കെ നമുക്ക് നോമിനി ഉണ്ടാകും. നമുക്കാണെങ്കിൽ വൈഫിനായിരിക്കും, വൈഫായിട്ടെങ്കിൽ ഹസ്ബൻഡായിരിക്കും നോമിനീസ്. അപ്പൊ ആ നോമിനിയുടെ സ്ഥാനത്ത് നമ്മൾ ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാലശേഷം ആ എമൗണ്ട് എന്താണെന്ന് വെച്ചാൽ $5,000 ഓൾറെഡി വരുന്ന എമൗണ്ട് ആണെങ്കിൽ അത് നിങ്ങളുടെ ഇന്റർനാഷണൽ, അത് നിങ്ങൾക്ക് ഒരു ലെഗസി മെമ്പർ എന്നുള്ള ഒരു പട്ടം ചാർജ് തരും. അത് വളരെ വളരെ കുറച്ച് പേർക്ക് മാത്രം ഓപ്പൺ ആയിട്ട് വരുന്ന ഒരു മെമ്പർഷിപ്പാണ് ലെഗസി മെമ്പർഷിപ്പ്. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ വർഷം നിങ്ങളെ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ കാലശേഷം നിങ്ങൾക്ക് അസോസിയേഷനായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ലയൺസിനെ സേവിക്കാൻ സാധിക്കും എന്നുള്ള ആ മെമ്പർഷിപ്പ് കൂടി എടുക്കാൻ താല്പര്യമുള്ളവർ ദയവ് ചെയ്തിട്ട് അതും ഏറ്റെടുക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കണം. കാരണം ഞാൻ ഇൻവൈറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് എല്ലാം ഇതുവരെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ഏകദേശം 27 ക്ലബിന്റെ രജിസ്ട്രേഷനാണ് ഞാൻ ഇതുവരെ ചെയ്തത്. 27 ക്ലബിന്റെ രജിസ്ട്രേഷൻ ഞാൻ റൈറ്റ് ടൈമിൽ തുടങ്ങും, റൈറ്റ് ടൈമിൽ സ്റ്റോപ്പ് ചെയ്യും. 1.5 മണിക്കൂറുള്ള പ്രോഗ്രാം നിർത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 6:30 തുടങ്ങിയ പ്രോഗ്രാം അത് എനിക്ക് നമ്മൾ 8 മണിക്ക് അത് വൈകിട്ട് ചെയ്യണം. അതിനുശേഷം ആളുകൾ സംസാരിക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം സംസാരിച്ചുകൊണ്ട് പ്രോഗ്രാം രജിസ്ട്രേഷൻസ് ഒക്കെ വളരെ കുറച്ച് 8:30 മണിയാകുമ്പോൾ അല്ലെ 8 മണിയല്ലേ 6:30 സ്റ്റാർട്ട് ചെയ്യും. 1.5 hours ഫാമിലിയെ ബോറടിപ്പിക്കില്ല എന്നുള്ള ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ മീറ്റിംഗ്സ് അങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്. Go straight to the installation ceremony or else I go for the induction ceremony first. Either first induction വേണം. Okay. So master ceremony please for the new members. Induction please. നിങ്ങൾ എല്ലാവരും ലയൺസ് ക്ലബ്സ് ജോയിൻ ചെയ്തപ്പോൾ ഈ ഇൻഡക്ഷൻ എപ്പോഴും ഇംഗ്ലീഷിലാണ് ചെയ്യുന്നത് അല്ലെ? ഇംഗ്ലീഷിൽ ചെയ്യുമ്പോൾ ഞാൻ എന്റെ അപ്പൊ ഇൻഡക്ഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്നെ ഓർത്തത്, കാരണം 14 വർഷം മുന്നേ ID പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോ ഒരു പുതിയ മെമ്പറായിട്ട് വരുമ്പോ ആദ്യമായിട്ട് ഓഡിയൻസിനെ ഫേസ് ചെയ്യുമ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഫിയർ എന്താണെന്നുള്ളത് എനിക്കറിയാം. അപ്പൊ പുതിയ മെമ്പേഴ്സിന്റെ മനസ്സിൽ ആ ഫിയർ ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും പറയുന്നതല്ലാതെ ഒരു വേർഡ് പോലും നിങ്ങളുടെ ബ്രെയിനിലേക്ക് കയറില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഈ മലയാളം. ആ ഫിയർ ഉണ്ടെങ്കിൽ പോലും മലയാളത്തിൽ പറയുമ്പോൾ എന്തെങ്കിലും പകുതിയെങ്കിലും തലയിൽ എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, വിളിച്ചോ. Now it's time for election ceremony. I kindly request Mr. Subhash KB. Sir, please. Rajakrishnan KC. Sir, please. Mr. Rajakrishnan KC. Mr. Karunaharan AP. Mr. Ashish CV. Mrs. Usha Kumari P. And Mrs. Shaija Nelson. The family members are
രണ്ട് ഫാമിലി മെമ്പേഴ്സ് ആണോ? രണ്ടുപേരാണ്. സ്പോൺസേഴ്സ് ആരുടെ സ്പോൺസേഴ്സ് ഒന്ന് പറയും. സ്പോൺസേഴ്സ് ഓഫ് ബിസിനസ് സ്പോൺസേഴ്സ് നിങ്ങളെ കൊണ്ടുവന്ന സ്പോൺസർ കൊണ്ടുവന്ന മെമ്പേഴ്സ് സ്പോൺസറിനെ കൊടുത്തു. ആരെ സ്പോൺസേഴ്സ്? മോഡൽ ഫംഗ്ഷൻ ആണ് ന്യൂ മെമ്പർ ഇൻഡക്ഷൻ എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ സെറമോണിയൽ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ന്യൂ മെമ്പർ ഇൻഡക്ഷൻ. പ്ലീസ് 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 ഒന്നേ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ്. ന്യൂ മെമ്പർ ഇൻഡക്ഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏത് സെറമോണിയൽ ഫംഗ്ഷൻസ് വരുള്ളൂ. ഇൻസ്റ്റലേഷൻ ആയാലും ചാർട്ടർ ഫംഗ്ഷൻ ആയാലും ഒക്കെ ഇൻഡക്ഷൻ ഓഫ് ന്യൂ മെമ്പേഴ്സ്. അത് വളരെ നല്ല രീതിയിൽ ചെയ്യുമ്പോഴും, കാരണം നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് പുതിയ മെമ്പേഴ്സ് കയറി വരുന്നത് നമ്മളെ സംബന്ധിച്ചോളം ഇറ്റ്സ് എ സെലിബ്രേഷൻ. നമ്മുടെ ഒരു ഫാമിലിയിൽ ഒരു പുതിയ കുട്ടി ജനിക്കുന്നതിന് തുല്യമാണ്. ആ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ആ കുട്ടിയുടെ ഒരു ഫംഗ്ഷൻ, ആദ്യം വരുന്ന ഫംഗ്ഷൻ ഏറ്റവും ഗംഭീരമായി നമ്മൾ ചെയ്യൂലേ? അതേപോലെ തന്നെ ഇവരെല്ലാം നമുക്കുള്ള ന്യൂ ബോൺ ബേബീസ് ആണ് നമ്മുടെ ലെവലിൽ. അപ്പൊ ഇവരെ നമ്മുടെ ലെവലിലേക്ക് വരവേൽക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിനാണ്. അത് വളരെ ഭംഗിയിൽ നിങ്ങൾ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സ്പോൺസേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും. ഒന്ന് എല്ലാവരും ഒന്ന് ഈ പുതിയ മെമ്പേഴ്സ് ഒന്ന് തന്നെ നോക്കണം. പുതിയ മെമ്പേഴ്സ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ പുതിയ മെമ്പേഴ്സിനോട് നമ്മുടെ സ്പോൺസേഴ്സ് ഈ പ്രസ്ഥാനത്തിനെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലേ? ഓക്കെ, ഞാൻ ലയൺസ് ക്ലബിലെ അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ഇന്റർനാഷണൽ അസോസിയേഷന്റെയും ക്ലബിന്റെയും ഭരണഘടനയും നിയമാവലി അനുസരിച്ച് കൊള്ളാമെന്നും എല്ലാ മീറ്റിങ്ങുകളിലും കൃത്യമായി പങ്കെടുത്തു കൊള്ളാമെന്നും എല്ലാ പ്രവൃത്തികളിലും ക്ലബിന്റെ താല്പര്യങ്ങൾക്ക് പിന്തുണ നൽകുകയും അവയെ പോഷിപ്പിക്കുകയും ചെയ്യാമെന്നും ക്ലബിന്റെ സാമ്പത്തിക സുരക്ഷിതത്തിന് എന്റെ ന്യായമായ പങ്ക് നൽകാമെന്നും ഇതിനാൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കൂടാതെ ക്ലബിന്റെ അംഗത്വം നിലനിർത്തുന്നതിന് ഞാൻ സഹായിക്കുമെന്നും കമ്മിറ്റികളിലും എന്റെ കഴിവുകൾ ആവശ്യമുള്ള മേഖലകളിലും സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളെ സഹായിക്കാമെന്നും ലയൺസ് ഇന്റർനാഷണലിന്റെ ആചാര സംഹിതയും ആദർശവും അനുസരിച്ച് കൊള്ളാമെന്നും ലയൺസ് ക്ലബ് മൈൽ മെമ്പേഴ്സ് മുമ്പാകെ ഞാൻ പ്രഖ്യാപിക്കുന്നു. ഒന്ന് കൈവെട്ടി പിടിച്ചില്ല, പുതിയ മെമ്പേഴ്സ് ഒന്ന് കൈവെട്ടി പിടിച്ച ഞാൻ ഈ ചൊല്ലിയ ഓർത്ത് നിങ്ങൾ 100% പാലിക്കില്ലേ? സ്പോൺസർ പുതിയ മെമ്പേഴ്സിന്റെ പേര് പറയാം. ലയൺസ് ക്ലബിലെ അംഗമായി നിർദ്ദേശിക്കുക വഴി അദ്ദേഹത്തിന് ക്ലബിന്റെയും ലയൺസിന്റെയും പ്രവർത്തനങ്ങളിലും ചുമതലകളിലും ശരിയായ രീതിയിൽ അറിവ് നേടിക്കൊടുത്തു കൊള്ളാമെന്ന് ഇതിനാൽ സമ്മതിക്കുന്നു. അദ്ദേഹത്തെ എല്ലാ ക്ലബ് മീറ്റിംഗുകളിലും പങ്കെടുത്തു കൊള്ളാമെന്നും അദ്ദേഹം ഒരു നല്ല ലയൺ ആയി തീരാൻ എന്റെ പരമാവധി കഴിവിന് ശ്രമിക്കുമെന്നും അദ്ദേഹം ക്ലബിൽ വാർഷിക ഡ്യൂസ് കൃത്യമായി അടയ്ക്കാൻ അദ്ദേഹത്തെ പറഞ്ഞ് പ്രേരിപ്പിക്കുമെന്നും അദ്ദേഹം അടയ്ക്കാത്ത പക്ഷം അത് ഞാൻ അടയ്ക്കുമെന്നും ഇതിനാൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ? ലാസ്റ്റ് ലൈൻ എന്റെ വകയിടാനാണ് നിങ്ങളത് ഭംഗിയായിട്ട് ചെയ്യണം. ക്ലബിന്റെ ഡ്യൂസ് നിർബന്ധമായിട്ടും
പ്രാർത്ഥിക്കണം. ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് പുതിയ മുമ്പോട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മദറിലെ അതൊന്ന് മെഴുകുതിരി പുതിയ മെമ്പേഴ്സ് ഒന്ന് മെഴുകുതിരി കത്തിച്ചിട്ട് നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ പ്ലീസ് ഒന്ന് ശ്രദ്ധിക്കൂ പ്ലീസ്. നമ്മുടെ മെമ്പേഴ്സ് ബാക്കിയുള്ള മെമ്പേഴ്സ് എല്ലാം കൈ എഴുതുന്നതിന് മുമ്പ് നമ്മുടെ പുതിയ മെമ്പേഴ്സിനെ പ്രസ്ഥാനം ചെയ്യുക. And Lion Geeta Vinod. Okay, 7 board of directors, means directors. നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണെന്ന് വെച്ചാൽ ക്ലബിന്റെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു ക്രൈസിസ് വരികയാണെങ്കിൽ ക്ലബിൽ പോകണം. കാരണം 2 ദിവസം മുന്നേ നമ്മൾ മൾട്ടിപ്പിൾ GSTയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഓൾറെഡി നമ്മുടെ മൾട്ടിപ്പിൾ ലെവലിൽ പാസ്റ്റ് 5 വർഷത്തെ കണക്ക് നമ്മളെ വിളിച്ചിട്ടുണ്ട്. വിചാരിച്ചുകൊണ്ട് നമ്മളത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. ഇത് ഇവരുടെ സ്നേഹത്തോടെ നമുക്ക് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം. ഇവരുടെ സ്നേഹം പിടിച്ചു പറ്റാനുള്ളത് ആയിട്ടുള്ള ഒരു ഉപകരണമായിട്ട് ഇതിനെ കാണുന്നു. Use it wisely and judiciously. Okay. With all your permission, I am handing over this government. Holy elected President, Secretary, and Treasurer, please come to the stage. Okay. The directors ആയിട്ടാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈ വർഷം 2026 നിങ്ങളാണ് ഈ ക്ലബിനെ ശക്തിപ്പെടുത്തുന്ന ആളുകൾ. ഒരു സംശയമില്ല. നിങ്ങളാണ് പ്രസിഡന്റിന് എല്ലാവിധ സപ്പോർട്ട് നൽകിക്കൊണ്ട് നമ്മുടെ ക്ലബിനെ ഉയരങ്ങളിൽ എത്തിക്കുന്ന ആളുകൾ. ഒറ്റ കാര്യം മാത്രം എനിക്ക് ഇന്റർനാഷണൽ പ്രസിഡന്റ് APCന്റെ ഒറ്റ നിർദ്ദേശപ്രകാരം ഇന്റർനാഷണൽ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ വർഷത്തെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഫെബ്രിഷോ ഒലിവറുടെ ഇന്റർനാഷണൽ ടീം കൊടുത്ത് ആദരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വേദിയിൽ ഉപയോഗിക്കുന്നു. ക്ലബിന്റെ പുരോഗമനം മാത്രമാണ് ഉദ്ദേശിച്ചത്. ലയൺ പ്രസാദിന് ഇങ്ങനെ ഒരു നേതാവിനെ എനിക്ക് വളരെ സന്തോഷം. I am deeply delighted and proud of this. സവാറിന് വേണ്ട കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ 42 പേര് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ അതൊരു വലിയൊരു കാര്യമാണ് തോന്നുന്നില്ല. ഒന്നാമത് ഡ്യൂസിന്റെ കാര്യത്തിൽ ഡ്യൂസ് ഇപ്പോൾ ഈ വർഷത്തേക്ക് മുഴുവൻ അടക്കാനുള്ള ഡ്യൂസ് ഞങ്ങൾ ഓൾറെഡി കളക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ വർഷവും ബിഫോർ ടൈം തന്നെ ഞങ്ങൾ ഡ്യൂസ് അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ LCA കോൺട്രിബ്യൂഷൻ കഴിഞ്ഞ വർഷം ഞങ്ങൾ $2,400 രണ്ട് BMJF കോൺട്രിബ്യൂഷൻ, രണ്ട് NJFS കോൺട്രിബ്യൂഷൻ അതും കഴിഞ്ഞ വർഷം കൊടുത്തേക്കുന്നു. അപ്പോൾ അതും ഒരു വലിയൊരു വിഷയമാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ മെമ്പർഷിപ്പ് കഴിഞ്ഞ ഓപ്പണിംഗ് 36 പേരാണ് ഉണ്ടായിരുന്നത്. അത് 5 പേര് കൊഴിഞ്ഞു പോയി. Now it is 42. അതുകൊണ്ട് തന്നെ ആ ഗ്രോത്ത് തന്നെ നമുക്ക് സഫീഷ്യൻ്റാണ്. ആരും കൊഴിഞ്ഞു പോകാത്ത അവസ്ഥകൾ ആരും കൊഴിഞ്ഞു പോകാറില്ല. ഈ കൊഴിഞ്ഞു പോകാനില്ല. അപ്പോൾ എത്രയും മെമ്പർഷിപ്പ് കിട്ടിയാൽ നമുക്ക് ആ പോയിന്റ് ക്ലിയറാണ്. പിന്നെ സർവീസ് പ്രൊജക്ട് നമ്മൾ കണ്ടു. 3 പോയിന്റ് ഏറ്റവും കൂടുതൽ സർവീസ് കൈകാര്യം ചെയ്തത് മയ്യിൽ ക്ലബായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നമ്മുടെ ക്ലബ്ബ് ഇനിയും കൂടുതൽ വിവരങ്ങൾ എത്തിക്കാൻ നമുക്ക് കഴിയും എന്ന ആത്മവിശ്വാസത്തോടുകൂടി ഞാൻ ഈ ക്ലബിന്റെ പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാവരോടും എല്ലാവിധ നന്ദിയും സ്നേഹം അറിയിച്ചുകൊണ്ട് വീട്ടിലേക്ക് പറഞ്ഞ കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അടുത്ത വർഷം കൂടുതൽ വിവരങ്ങൾ എത്താൻ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you, sir.
Now I invite Lion Vinod Kumar MJF, District Secretary, for. Okay, I invite Lion PK Naran MJF, District Coordinator, for the felicitation speech. ബഹുമാനപ്പെട്ട ഈ ചടങ്ങിന്റെ നിലവിലെ അധ്യക്ഷൻ, നമ്മുടെ പുതിയ പ്രസിഡന്റ്, നമ്മുടെ എല്ലാം ലീഡർ ശ്രീ ലയൺ പി രാധാകൃഷ്ണൻ സർ, നമ്മുടെ എല്ലാം ക്ഷണം സ്വീകരിച്ച് ഇവിടെ ചീഫ് ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ള നമ്മുടെ ലീഡർ, ഡിസ്ട്രിക്ട് ലീഡർ, അതോടൊപ്പം എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ലയൺ സൂരജ് MJF, RC Lion DV sir, സെക്സി ലയൺ നവീൻ മനോമോഹനൻ, ലയൺസിന്റെ ഡിസ്ട്രിക്റ്റിന്റെ സീനിയർ ലീഡർ ആയിട്ടുള്ള നമ്മുടെ ഈ പ്രദേശത്തുകാരനായിട്ടുള്ള ലയൺ മോഹൻ സർ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഞാനും നിങ്ങളെ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. കഴിഞ്ഞ 2.5 വർഷം നമ്മള് മയിൽ ലയൺസ് പൂർത്തിയാക്കുകയായി. 2022 നവംബറിലാണ് നമ്മള് ലയൺസ് ക്ലബായി വരുന്നത്. മയിൽ പോലുള്ള ഒരു ഗ്രാമപ്രദേശത്ത് അവിടുത്തെ രാഷ്ട്രീയവും മറ്റുമായ പ്രത്യേക സാഹചര്യത്തിൽ ഒരു ലയൺസ് ക്ലബ്ബ് എങ്ങനെ ശീലിക്കപ്പെടും എന്നൊരു ആശങ്കയിലായിരുന്നു അതിന് തുനിഞ്ഞിറങ്ങിയത്. പക്ഷേ നമ്മുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായി, അതുമാത്രമല്ല നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആദ്യകാലത്ത് ഈ മയിലെ പ്രദേശത്ത്, സമീപ പ്രദേശത്തൊക്കെ ഈ ലയൺസിനെ ശരിയായ രീതിയിൽ അതിന്റെ എല്ലാ അർത്ഥത്തിലും പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അതിനനുസരിച്ച സർവീസ് പ്രൊജക്ടുകളും പ്രോഗ്രാമുകളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. ഈ ആദ്യത്തെ ഞാൻ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ ആ 1.5 വർഷത്തിനുള്ളിൽ നമ്മളൊരു വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിന് വീടെടുത്തു കൊടുക്കാൻ നമുക്ക് സാധിച്ചു. അതുപോലെ ഒരുപാട് സർവീസ് പ്രൊജക്ടുകൾ സാധിച്ചു. മെമ്പർഷിപ്പ് ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിച്ചു. ആ വർഷങ്ങളിലെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ക്ലബിന് എക്സലൻസ് അവാർഡ് ലഭിച്ചു. തുടർന്ന് ഈ വർഷവും ലയൺ രാജ്മോഹന്റെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ അതിന്റെ ശരിയായ രീതിയിലുള്ള പിന്തുടർച്ച വളരെ ഭംഗിയായി കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ, അതാണ് ഞാനും എല്ലാവരും ആഗ്രഹിച്ചത്, കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഉയരങ്ങളിലേക്ക് നമ്മുടെ ക്ലബ് എത്തിക്കുക എന്നുള്ളതാണ്. അതിന്റെ മറ്റൊരു താല്പര്യവും ആർക്കും തന്നെ ഇല്ല എന്ന് ഞാൻ കരുതുകയാണ്. ക്ലബിന്റെ വളർച്ച അത് ഈ നാടിന് എങ്ങനെ ഉപകാരപ്പെടും, ഈ പാവപ്പെട്ട ജനതയ്ക്ക് എങ്ങനെ ഉപകാരപ്പെടും എന്ന് മാത്രമായിരിക്കണം നമ്മുടെ ചിന്ത. അത് തന്നെയാണ് ഇപ്പോൾ നിലവിലിരിക്കുന്നത്. എന്നാൽ രാജ്മോഹനും PSCയെയും അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ 24-25 വർഷവും ക്ലബ് എക്സലൻസ് അവാർഡ് ലഭിക്കാനുള്ള എല്ലാ ക്രൈറ്റീരിയകളും നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 2 MJF ഉണ്ടായിരുന്നു. അതുപോലെ നിലവിലുള്ള ഇതനുസരിച്ച് 10% നിലവിലുള്ള മെമ്പേഴ്സിന്റെ 10% നെറ്റ് ഗ്രോത്ത് നമ്മൾ നേടിയെടുക്കാൻ കഴിഞ്ഞു. സർവീസ് പ്രൊജക്ട് ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഒരു കാര്യമേ ഉള്ളുവെങ്കിലും, അതായത് ഒരു സിഗ്നേച്ചർ പ്രൊജക്റ്റായി കഴിഞ്ഞ വർഷം നമുക്ക് കാര്യമായി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കുടുംബത്തിന്, ഒരുപാട് പാവപ്പെട്ടവർക്ക് സഹായം നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പുതിയ ഭാരവാഹികൾക്കും ക്ലബിന് ഊർജ്ജസ്വലതയോടെ നയിക്കാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ അവസരം ആശംസിക്കാനുള്ളത്. പ്രസിഡന്റിന്റെ വലിയ സ്വപ്നം പൂർത്തീകരിക്കാൻ നമ്മുടെ എല്ലാം പിന്തുണ, കലവറയില്ലാത്ത പിന്തുണ നമുക്ക് ഉണ്ടാവണം. പല ക്ലബുകളുടെയും പല അവസ്ഥകളും നമ്മുടെ അനുഭവങ്ങളിലൂടെ കാണുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ ക്ലബ് വളരും തോറും അതിന്റെ അന്നച്ചിത്രങ്ങൾ കൂടുന്നൊരവസ്ഥ. അത് ഒഴിവാക്കണമെങ്കിൽ നമ്മുടെ എല്ലാം ക്ലബിന്റെ യഥാർത്ഥ പ്രവർത്തകരാവുകയും ക്ലബിന്റെ ഉന്നതി മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മുടെ മെമ്പറായത് ക്ലബിനെ നയിക്കാനാണ്, ഈ നാടിന് ഉപകാരം ചെയ്യാനാണ്, ഈ നാട്ടിലെ പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനാണ് എന്നുള്ള ഒറ്റ ബോധ്യം, അതിൽ കിട്ടുന്ന സംതൃപ്തി മാത്രമാണ് ആയിരിക്കണം നമ്മുടെ എല്ലാം ലക്ഷ്യം എന്ന് മാത്രം എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ അംഗങ്ങളെയും അഭിവാദ്യം ചെയ്യുന്നു. പുതിയ PSCക്ക് എല്ലാ ഭാവങ്ങളും നേടുന്നു. Thank you, sir. Now I invite Lion Ravi Kunir, Regional Chairperson, for the felicitation speech. Respected chairman of this meeting, the president, duly elected president, and P. Radhakrishnan MJF, today's chief guest, our own VDG, and P.S. Suraj,
other dignitaries on the dais, my dear landladies, cubs and invited. ഇന്നത്തെ ഈ സുദിനത്തിൽ എന്നെ ക്ഷണിച്ചതിന് ആദ്യമായി ഞാൻ ക്ലബിലെ ഭാരവാഹികളോട് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു. അതുപോലെ തന്നെ ഇക്കൊല്ലത്തെ RC എന്ന നിലയിൽ റീജിയണൽ ചെയർമാൻ എന്ന നിലയിൽ എല്ലാവിധ സപ്പോർട്ടും ഞാൻ നിങ്ങളുടെ ക്ലബിൽ ഞാൻ ചെയ്തിരിക്കും. എന്റെ കടമയാണത്. ബിക്കോസ് ഈ ദിവസം ഇത്രയും ദിവസം രാധാകൃഷ്ണൻ സാർ എന്നെ വിളിച്ചുകൊണ്ടിട്ടുണ്ടായിരുന്ന എല്ലാ ദിവസവും ഒരു പുള്ളിയെങ്കിലും ഇല്ലാത്ത ദിവസമില്ല. അതേമാതിരി രാജ്മോഹൻ സാറും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തിരിക്കും ഇന്നലെ വാഗ്ദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ എന്റെ ക്ലബിൽ നിന്ന് നമ്മുടെ ഫാസ്റ്റ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി മോഹനാട്ടിനുണ്ട് ഫ്രം ദ ലയൺസ് ക്ലബ് ഓഫ് കാനൂർ. അദ്ദേഹം ഈ നാട്ടുകാരനാണ്. അതുകൊണ്ട് എന്റെ സീനിയർ മോസ്റ്റ് ആണ്. അതുകൊണ്ട് അദ്ദേഹം വന്നതിന് സന്തോഷമുണ്ട്. ഇനിവേ ഞാൻ നീട്ടുന്നില്ല. ബിക്കോസ് നമ്മുടെ ടൈം ഷോർട്ടാണ് എല്ലാവർക്കും തന്നിട്ടുള്ളത്. എല്ലാവിധ ആശംസകളും ചെയ്യുന്നു. അതേപോലെ പുതിയ മെമ്പേഴ്സിന് എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ തരും. ബിക്കോസ് ഓറിയന്റേഷൻ ക്ലാസ്സിലെ മാസ്റ്ററാണ് നമ്മുടെ PS സൂരജ്. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഐ എം നോട്ട് ഗോയിങ് ഫോർ. താങ്ക് യു വൺസ് അഗൈൻ. താങ്ക് യു. Thank you, sir. Now I invite Lion Naveen Manmohan, Zone Chairperson, for the presentation speech. Respected newly installed President, Chief Guest of the day, and my dear Region Chairperson, leaders on the dais and off the dais, and my dear fellow Lion members, Lionses, Leos, Cubs and guests. ആദ്യം തന്നെ ഞാൻ കുറച്ച് ലേറ്റായി വന്നതിന് എപ്പോളജി പറയാണ്. ബിക്കോസ് ഞാൻ കാലിക്കറ്റ് വർക്ക് കഴിഞ്ഞിട്ട് വരുമ്പോൾ കുറച്ച് ഡിലേ ആയി പോയിട്ടുണ്ടാണ് എത്താൻ പറ്റാത്തത്. പക്ഷെ ഞാൻ വന്ന് കയറിയപ്പോ ഇവിടെ കുറെ പുതിയ മെമ്പേഴ്സ് ജോയിൻ ചെയ്യുന്ന കണ്ടു. അപ്പൊ അതിൽ കുറെ ചെറിയ കുട്ടികളെയും ഞാൻ കണ്ടു. അപ്പോ ഞാൻ എന്റെ അച്ഛന്റെ കൈ പിടിച്ചാണ് ആദ്യത്തെ ലയൺസ് മീറ്റിംഗിന് പോയത്. ഇന്ന് അച്ഛൻ എന്റെ കൈ പിടിച്ചാണ് വരുന്നത്. 37 വർഷമായി. അപ്പൊ അന്ന് അച്ഛന്റെ കൈ പിടിച്ചു വന്നാൽ എനിക്ക് ഈ വയസ്സായിരുന്നു. ഇന്ന് അച്ഛൻ എന്റെ കൈ പിടിച്ചാണ് മീറ്റിംഗിലേക്ക് വരുന്നത്. അതൊരു വലിയൊരു പ്ലസ് ആണ്. ഇവിടെയുള്ള ഓരോ ആളും നിങ്ങളുടെ മക്കളെ എല്ലാം മീറ്റിംഗിൽ കൊണ്ടുവരികയും ഇപ്പൊ മാഡം ഇന്നിവിടെ പോസ്റ്റ് ചെയ്ത പ്രോഗ്രാം അതേപോലെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്താൽ ഞാനൊക്കെ അങ്ങനെയാണ് ഇന്നൊരു ട്രെയിനറായി ഇന്നൊരു സ്പീക്കറായി ഞാൻ ഇവിടെ നിൽക്കുന്നത്. ലയണിസം നമുക്ക് കുറെ അവന്യൂസ് തരും, കുറെ ട്രെയിനിങ് പ്രോഗ്രാംസ് തരും. വളർന്ന് സോൺ ചെയർപേഴ്സൺ ആയി. അപ്പോൾ നമുക്ക് വളരാനും മുന്നോട്ട് പോകാനും കുറെ ഓപ്ഷൻസ് തരുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ലയൺസ്. എനിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് അക്രോസ് ദ ഗ്ലോബ് ഉണ്ട് ബിക്കോസ് ഓഫ് ലയൺസ്. അപ്പോൾ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും അതിൽ നിന്നും മാക്സിമം പഠിക്കാനും ഈ ഒരു ഓർഗനൈസേഷൻ എല്ലാവരും യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയാണ്. അപ്പോൾ അതിന്റെ കൂടെ തന്നെ എന്റെ സോണില് വൺ ഓഫ് ദ മോസ്റ്റ് സ്ട്രോങ്സ്റ്റ് ക്ലബ്സ് ആണ് മയിൽ. അപ്പോൾ നിങ്ങൾ ഈ കൊല്ലം നിങ്ങൾക്ക് വളരെ മെച്ചപ്പെട്ട സർവീസസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പിന്റെ കൂടെ ഞാൻ എന്നാൽ പറ്റുന്ന എന്തൊക്കെ ഹെൽപ്പ് ഉണ്ടോ അല്ലെ എന്നാൽ പറ്റുന്ന എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ എപ്പോ വിളിച്ചാലും ഞാൻ ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പും കൂടി തരാണ്. എനിക്ക് ഈ സന്ദർഭത്തിൽ ഒരു ചെറിയൊരു 2 വരി ഞാൻ പാടാൻ വിചാരിച്ചു. അപ്പോ ഞാൻ പാടാൻ പോകുന്നത് നമ്മുടെ പ്രസിഡന്റിനെ പറ്റിയാണ്. ഈ പാട്ട് കേട്ടാൽ പ്രസിഡന്റ് അത് ചെയ്യുമോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ പാട്ട് ഇങ്ങനെ പോകുന്നത് आंचल के तुझे मैं लेके चलूं एक ऐसे गगन के तले जहाँ गम भी ना हो आंसू भी ना हो बस प्यार ही प्यार तले एक ऐसे गगन के तले सूरज की पहली किरण से आशा का सवेरा जागे चंदा की किरण से घनघोर अंधेरा भागे. ഈ പാട്ടിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമെങ്കിൽ കം വിത്ത് മീ, നിങ്ങൾ എന്റെ കൂടെ വരൂ. ഞാൻ നിങ്ങളെ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകാം. അവിടെ സന്തോഷവും മാത്രമേ ഉണ്ടാവുള്ളൂ. സങ്കടങ്ങൾ ഇല്ലാത്ത ഒരു ലോകത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. വെയില് വന്നാലും അത് മഴയായാലും സങ്കടങ്ങൾ ഇല്ലാത്ത ലോകത്തേക്ക് നമുക്ക് പോകാമെന്ന് നമ്മളുടെ ലോകത്തെ ചുറ്റുവട്ടത്തുള്ള കുറച്ചാളെയെങ്കിലും നമുക്ക് ആ സങ്കടമുള്ള ലോകത്ത് നിന്ന് മാറ്റിയിട്ട് സന്തോഷത്തേക്ക് കൊണ്ടുപോകാൻ ഈ പ്രസിഡന്റിനും പറ്റും എന്ന് ഉറപ്പിച്ച വിശ്വാസത്തോട് ഈ പാട്ട് അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് എന്റെ എല്ലാ സപ്പോർട്ടും താങ്ക് യു വെരി മച്ച് ഫോർ ഇൻവൈറ്റിംഗ്. താങ്ക് യു. Thank you, sir. Now it's a time for awards and recognition. I invite Lion P.K. Narayanan, District Coordinator and our past President, our past Zone Chairman, with Lion Balakrishnan,
to award Lion PS Suraj MJF second VP. Sir. Thank you. Thank you, sir and ma'am. I invite Lion Geeta Vinod to award. Our next Academic Excellence Award is for Ghazal Jain, son of Lion K. Jain, Mrs. Gigi Jain. He has achieved full A+ in +2. Sayujya K. Sajeesh. Sayujya K. Sajeesh, Dr. Lion Sajeesh PP and Mrs. Soumya Sajeesh. She has achieved State School Science Festival at this baking competition A grade. On behalf of Sayujya Sajeesh, her father is accepting the award. Abhiram Manoj, son of Lion, Advocate Manoj Kumar and Mrs. Rashmi Manoj, has achieved full A+ in 10 standard. Advait S, son of Lion Subhash KV and Mrs. Neha Prabha, is the best performer of 12th CBSE board. I invite Neha Prabha ma'am to accept the award. Ardra Manoj for chanting a beautiful prayer. നമ്മുടെ മാസ്റ്റർ ഓഫ് സെറമണി കണ്ടക്ട് ചെയ്ത് അപർണ വിവരണ
Now I invite Mr. Mahmood KV from Kolacheri Vathalagar. I invite Sneharaj VB from Kolacheri Vathalagar. Now I invite Anis KV from Kannadi Parva Vathalagar. Last but not the least, Binish K. Kutyatul Vathalagar. Thank you everyone. Kindly be seated. All of you please give a huge round of applause to all the achievers here. Thank you everyone. ചടങ്ങിന്റെ ബഹുമാന്യായ അധ്യക്ഷൻ പ്രസിഡന്റ് ലയൺ AK രാജമോഹൻ HGF, ഈ ചടങ്ങിന്റെ ഏറ്റവും ആദരണീയനും ബഹുമാന്യനുമായ നമ്മുടെ മുഖ്യാതിഥി സെക്കൻഡ് PDG ലയൺ PS സൂരജ് MGF, കഴിഞ്ഞ ഒരു വർഷത്തെ ക്ലബിന്റെ പ്രവർത്തന റിപ്പോർട്ട് മികച്ച രീതിയിൽ അവതരിപ്പിച്ച സെക്രട്ടറിയും നമ്മുടെ പ്രിയങ്കരനുമായ ലയൺ P രാധാകൃഷ്ണൻ NGF, മറ്റ് വേദിയിലും സദസ്സിലും ഉള്ള ബഹുമാന്യരെ, പ്രിയ ലയൺ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, മാധ്യമ പ്രവർത്തകർ, കഴിഞ്ഞ വർഷം വളരെ മികച്ച രീതിയിൽ തന്നെ ക്ലബുകളുടെ ക്ലബാംഗങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായി ക്ലബിന്റെ പ്രവർത്തനം വളരെ ഭംഗിയായി കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അതിന് എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അതിന് കൂടാതെ 2025-26 വർഷത്തെ PhDക്ക് നല്ല നിലയിൽ ക്ലബിനെ നയിക്കാൻ സാധിക്കട്ടെ എന്നും ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ ചടങ്ങിൽ എന്നിൽ അർപ്പിതമായ ചുമതല എന്ന് പറയുന്നത് നന്ദി അറിയിക്കുക എന്നുള്ളതാണ്. ആദ്യമായി മുഖ്യ അതിഥി ലയൺ സൂരജ് സാർ MGFനെ നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്ത ബഹുമാന്യരായ എല്ലാ വ്യക്തികൾക്കും, നമ്മുടെ പ്രിയപ്പെട്ട ലയൺസ് കുടുംബാംഗങ്ങൾക്കും, നമ്മുടെ ക്ലബിലേക്ക് പുതുതായി വന്ന പുതിയ മെമ്പർമാർക്കും, മാധ്യമ പ്രവർത്തകർക്കും, ഈ നാളനുവദിച്ചു തന്ന ഇതിന്റെ ഓണർക്കും, അതിന്റെ ജീവനക്കാർക്കും, അതുപോലെ പരിപാടി ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കും, ബാക്കി എല്ലാവർക്കും, ആരും വിട്ടുപോയിട്ടുണ്ടെന്ന് അറിയില്ല, എല്ലാവരും പഠനത്തിന് പഠിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, അഭിവാദ്യം. जनगणमन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तब शुभ नामे जाहे, तब शुभ आशीष माहे, गाहे तब जय गाथा, जन गण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे।
Thank you, everyone.